നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒട്ടേറെ രക്തസാക്ഷികളുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതിൽ വീര്യേതിഹാസം ജയിച്ചവരാണ് വഞ്ചിയത്തെ പോരാളികൾ. ആ രക്തസാക്ഷിത്വത്തിന് മുന്നിൽ ആദ്യമായും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് പിന്തുണ നൽകുന്നത് NDA ആണ്. NDAയുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ NDA ഭരണം എന്ന് പേരുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ BJP ആണ് ഭരിക്കുന്നത്. BJP ഭരിക്കുക എന്ന് പറയുമ്പോൾ RSSൻ്റെ നയമാണ് നടപ്പാക്കുന്നത്. RSS നയം നമ്മുടെ രാജ്യം അംഗീകരിച്ചിട്ടുള്ള പൊതുവായ നിലപാടുകൾക്കെതിരായിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ രാഷ്ട്രം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. RSSന് മതനിരപേക്ഷതയോട് തെല്ലും ബഹുമാനമില്ല. ഇതാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇവിടെ നാം കാണേണ്ട ഒരു വസ്തുത, മതനിരപേക്ഷത നമ്മുടെ രാജ്യത്തിനൊരു ആപത്താണ് എന്ന് കാണുന്ന RSSൻ്റെ നേതൃത്വത്തിൽ മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുമാകാമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഒട്ടേറെ സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. എന്തും ആക്രമണത്തിനുള്ള ഉപാധിയാക്കി മാറ്റുകയാണ്. അത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ, നിങ്ങളെ അടുക്കളയിൽ സൂക്ഷിച്ചിട്ടുള്ള സാധനങ്ങളുടെ പേരിൽ, നമ്മുടെ നാട്ടിലെ പശുവിൻ്റെ പേരിൽ എല്ലാം ആക്രമണങ്ങൾ നടക്കുകയാണ്. ഇതെവിടം വരെ എത്തി എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇന്നത്തെ പത്രങ്ങളിലുണ്ട്. റോഡിലൂടെ ഒരു വാഹനം ഓടിച്ചു പോകുന്നു, ഒരു പശു മുന്നിൽ. അപ്പോൾ അയാൾ ഓണടിച്ചപ്പോൾ പശു ഓടി. അപ്പോൾ പശുവിനെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണടിച്ച് പൊട്ടിച്ചു. ഈ വണ്ടിയുടെ ഡ്രൈവറുണ്ട്. ഇതാണ് നമ്മുടെ രാജ്യം. ഇത്തരമൊരു പ്രാകൃതമായ അവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിക്കുക. നമ്മുടെ രാജ്യത്ത് ചില ഭാഗങ്ങളിൽ കേരളം പോലെയല്ലല്ലോ, കേരളത്തിൻ്റെ ജീവിത സാഹചര്യമല്ല മറ്റു പലയിടത്തുമുള്ളത്. ഇപ്പോൾ ഗുജറാത്തൊക്കെ വലിയ അഭിവൃദ്ധി നേടി എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങൾ വലിയ തോതിലുള്ള ഉച്ചനീചത്വത്തിലാണ് കഴിയുന്നത്. നമ്മുടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ ഇപ്പോഴും പശു ചത്താൽ ആ പശുവിൻ്റെ തോലുരിഞ്ഞ് കിട്ടുന്ന പൈസ കൊണ്ട്
ഉപജീവനം നടത്തി പോകുന്നവരാണ്. അങ്ങനെ കുറച്ച് ചെറുപ്പക്കാർ ചത്ത പശുവിൻ്റെ തോലുരിഞ്ഞു, അതവരുടെ ജോലിയാണ്. ആ ജോലി ചെയ്താണ് അവർ ജീവിതം പുലർത്തുന്നത്. 4-5 പേര് കൂടി ഒന്നിച്ച് പശുവിൻ്റെ തോലുരിഞ്ഞാൽ കിട്ടുന്ന പൈസ അത് വീതിച്ചെടുക്കും. 100 രൂപ കിട്ടുന്നെങ്കിൽ 20 രൂപ വീതം 5 ആളെടുക്കും. ഇങ്ങനെ മാസത്തിലൊരു 2-3 പശു ചത്ത് കിട്ടിയെങ്കിൽ അതൊരു വരുമാനമായി ഇവർക്ക്. ഇതാണ് അവരുടെ ജീവിതമാർഗം. അത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരെ പരസ്യമായി നഗ്നരാക്കി നിർത്തി തല്ലുന്ന കാഴ്ച നമ്മുടെ ലോകത്തിന് കാണേണ്ടതായി വന്നു. ഇത്തരമൊരു പ്രാകൃതമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിച്ചിരിക്കുന്നു നാം. എന്തുമാകാമെന്നതാണ് നില. പശുവിനെ വാങ്ങിക്കൊണ്ടുപോകുന്നവർ, പശുവിനെ പോറ്റുന്നവർക്കെല്ലാം അറിയാം, പശു വാങ്ങുകയും ചെയ്യും, വിൽക്കുകയും ചെയ്യും. അപ്പോൾ പശുവിനെ വാങ്ങും, പശുവിനെ വിൽക്കും. എല്ലാ കാലവും ഒരേ പശുവിൻ്റെ വീട്ടിലുണ്ടാവണമെന്നില്ല. സ്വാഭാവികമായും കൂടുതൽ പശുവിനെ വേണ്ടവർ പശുവിനെ വാങ്ങും. ഒരു ഘട്ടം കഴിഞ്ഞാൽ ചില പശുവിനെ ചിലർ വിൽക്കും. ഈ പുതിയ പശുവിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ പശുവിനെ വാങ്ങേണ്ടി ചെയ്യുക. ആ പശുവിനെ വാങ്ങിപ്പോകുന്ന ആളുകളെ തടഞ്ഞു നിർത്തി ഭീകരമായി മർദ്ദിച്ച് ഒരാളെ കൊന്നു. രാജസ്ഥാനിലാണ് അത് സംഭവിച്ചത്. എന്താ എന്നിട്ടുണ്ടായത്? ഇവരെ പേരിൽ കേസ്. ഈ പശുവിനെ വാങ്ങിക്കൊണ്ടുപോകുന്ന സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്, വിറ്റ സർട്ടിഫിക്കറ്റ് ഉണ്ട്, തദ്ദേശ ഭരണ സ്ഥാപനം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതൊന്നും കാണിച്ചിട്ട് യാതൊരു വിലയില്ല. ഈ ഭ്രാന്ത് പിടിച്ച ആളുകൾ ഒരാളെ തല്ലിക്കൊന്നു, ബാക്കി ആളുകൾക്ക് ഭീകരമായി ഭരിക്കും. കേസ് ഇവരുടെ പേര്. അതാണ് അവിടുത്തെ പോലീസിൻ്റെ നയം. ഇങ്ങനെയൊരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിച്ചുകൊണ്ടിരിക്കുക. ഏത് കാര്യത്തിലും വർഗീയ സംഘർഷം ഉണ്ടാക്കുക. അടുത്ത നാളിൽ ഗുജറാത്തിലൊരു സംഭവം ഉണ്ടായി. പഴയ കലാപത്തെ ഓർമ്മിപ്പിക്കുന്ന, അവിടുത്തെ വംശഹത്യയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ്. 2 കുട്ടികൾ, വിദ്യാർത്ഥികൾ തമ്മിലെന്തോ വാക്കേറ്റുണ്ടായി, ചെറിയ കശവിശയുണ്ടായി. ആളൊക്കെ കൂടി 2 ആളെയും പിടിച്ച് മാറ്റി. പ്രശ്നം തീർന്നു. അവിടെ അവസാനിച്ചു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു കുട്ടി മുസ്ലിമും ഒരു വിദ്യാർത്ഥി ഹിന്ദുവായിരുന്നു. ഈ ഹിന്ദുവായ വിദ്യാർത്ഥിക്ക് വേണ്ടി അവിടെയുള്ള പ്രശ്നം തീർന്നു. ഒരു പ്രശ്നം ബാക്കിയില്ല. അവർ തമ്മിലുള്ള പ്രശ്നം തീർന്നു. പക്ഷേ വർഗീയമായത് ഏറ്റെടുത്തു. എന്നാൽ 7000-ഓളം ആളുകൾ ഈ വില്ലേജിലേക്ക് ചെന്നു. ആ വില്ലേജിൽ ചെന്ന് ഭീകരമായ ആക്രമണം. എല്ലാ വീടും കത്തിച്ചു. വില്ലേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വില്ലേജുകൾ പോലെയല്ല. നമ്മുടെ വില്ലേജുകളും പട്ടണങ്ങളും തമ്മിലൊന്നും വ്യത്യാസമില്ല. ഇവിടുന്ന് ഇപ്പോൾ വടകരപ്പരവിൽ പോയാൽ ഏതാ വില്ലേജ് ഏതാ പട്ടണം തിരിച്ചറിയാൻ പറ്റും. തുടർച്ചയായിട്ട് നമ്മൾ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇത് വില്ലേജ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പ്രദേശമായിരിക്കും. അവിടെ കുറേ ആളുകൾ താമസിക്കുകയാണ്. ആ വില്ലേജിനെയാണ് ആക്രമിക്കുന്നത്. അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരിക്കും. എല്ലാ വീടും കത്തിച്ചു കളയും. വീട് കത്തിക്കുന്നതിന് മുൻപ് ആ വീട്ടിലുള്ള സാധനങ്ങൾ കൊള്ളയടിച്ചു. ഇവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരാളെ ആദ്യം അങ്ങ് തല്ലിക്കൊന്നു. ആ സമയത്ത് ഒരു വലിയ മുസ്ലിം ആരാധനാലയത്തിൽ അവരുടേതായ ആ മുസ്ലിം വിഭാഗത്തിൻ്റെതായ ഒരു പരിപാടി നടക്കുന്ന ഘട്ടമാണ്. ഇവിടെയുള്ള കുറേ പേര് അവിടെയായിരുന്നു. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു ഒരു കണക്കിന്. മറ്റൊരു തരത്തിൽ ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്ന പലരും അവിടെ ഇല്ലാത്തതുകൊണ്ട് മറ്റൊരു സംഭവവും ഉണ്ടായില്ല. ഇവിടെ കുറേ സ്ത്രീകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഒരാളെ തല്ലിക്കൊന്നതോടുകൂടി എല്ലാവരുടെയും മുന്നിലിട്ട് തല്ലിക്കൊല്ലില്ലേ. അപ്പോൾ മറ്റുള്ളവർ ഓടിപ്പോകേണ്ട അവസ്ഥ വന്നു. ആ വീടുകളിലാണെങ്കിൽ പെൺകുട്ടികളുടെ കല്യാണം അടുത്ത ചില വീടുകളുണ്ട്. അതിനുവേണ്ടി അവർ സൂക്ഷിച്ച സ്വർണമുണ്ട്, വലിയ സ്വർണം. മുഴുവൻ കൊള്ള ചെയ്തു. ആദ്യം കൊള്ള നല്ലോണം നടത്തി, പിന്നെയാണ് എല്ലാ വീടും തീ വെച്ചത്. അപ്പോൾ പോലീസുണ്ട് അവിടെ. പോലീസ് അവരോട് പറയാണ്, ഈ ആളുകളോട് നിങ്ങൾ ഓടിക്കും, ഓടിയിട്ട് അപ്പുറത്തൊരു മൈതാനി പോലെയുണ്ട്, അവിടെ പോയി നിന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഇവിടെ
നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരമൊരു ഭ്രാന്തമായ അവസ്ഥ സൃഷ്ടിക്കുകയാണ്. ഇതൊരു ഭാഗം. ഇതിൻ്റെ കൂടെ ജനാധിപത്യപരമായ മൂല്യങ്ങൾ തകർക്കുന്ന നിലയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കാൻ ഒരു പ്രയാസമില്ല, ഒരു മടിയുമില്ല. നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തൊട്ടുള്ള ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചു വരുന്ന ജനാധിപത്യ മര്യാദകളുണ്ട്. അത് നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനമുള്ള രാഷ്ട്രമാണ്. ഇവിടെ സമൃദ്ധമായ സംസ്ഥാനങ്ങളും ശക്തമായ കേന്ദ്രവും എന്ന നിലയാണ് പൊതുവെ അംഗീകരിക്കേണ്ടത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന RSS നേതൃത്വം അംഗീകരിച്ച ഗവൺമെൻറ്റിന് സംസ്ഥാനങ്ങൾക്ക് ശക്തി ലഭിക്കുന്നത് നല്ലതല്ല. അതിനോട് അവർക്ക് വലിയ താല്പര്യമില്ല. വളരെ വിചിത്രമായ രണ്ട് അനുഭവങ്ങൾ നമ്മുടെ കേരളത്തിനുണ്ടായി. കേരളം ഒരു കൊച്ചു സംസ്ഥാനമാണെങ്കിലും കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഈ ഏറ്റവും ഒടുവിലുണ്ടായത് രണ്ട് പ്രശ്നങ്ങളും മുൻനിർത്തി പ്രധാനമന്ത്രിയെ കാണാൻ തീരുമാനിച്ചു. അതിലൊന്ന് ഇപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വരൾച്ചാ പ്രശ്നമാണ്. മറ്റൊന്ന് നമ്മുടെ റേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇത് രണ്ടും ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നമാണ്. നരേന്ദ്രമോദിയുടെ പാർട്ടിയായ BJPയുടെ പ്രതിനിധികളടക്കം ഈ കേരളത്തിലെ എല്ലാ പാർട്ടികളും കൂടി കാണാനാണ് തീരുമാനിച്ചത്. അങ്ങനെ കാണാൻ സമയം ചോദിച്ചപ്പോൾ ആ സമയം തരാൻ തയ്യാറില്ല, സമയം അനുവദിക്കാൻ തയ്യാറായില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണിത്. ഇന്ത്യ രാജ്യം ഉണ്ടായ ഈ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലുണ്ടായ എല്ലാ ഗവൺമെൻറ്റുകളും, അത് കഴിഞ്ഞ വാജ്പേയിയുടെ ഗവൺമെൻറ് ആയാൽ പോലും, ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷികളെല്ലാം കൂടി കാണുന്നതിനു വേണ്ടി ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ചോദിച്ചാൽ സമയം അനുവദിക്കും. അതാണ് നമ്മുടെ കീഴ്വഴക്കം. പക്ഷേ അതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നതാണ് RSS ഇപ്പോൾ സ്വീകരിച്ച നിലപാട്. കൂടുതൽ കടുത്ത നിലപാടിലേക്ക് RSS നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി അടുത്ത കാലത്ത് ഒരു പ്രഖ്യാപനം ഇവിടെ BJPയുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ പ്രഖ്യാപനത്തിൽ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞു, ഈ സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു. അതിൽ രണ്ട് സംസ്ഥാനങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്ന് ത്രിപുരയാണ്, മറ്റൊന്ന് കേരളമാണ്. ഈ രണ്ട് സംസ്ഥാനവും കൂടി തങ്ങൾക്ക് അധീനപ്പെട്ടാൽ മാത്രമേ നമുക്ക് വിശ്രമമുള്ളൂ എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഉള്ള കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അവരേറ്റവും വലിയ ശത്രുവായി ഇവിടെ ഇടതുപക്ഷത്തെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടതുപക്ഷമാണ് വലിയ ശത്രു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഒരു ചിന്ത വരും, എന്താണ്, നമ്മുടെ രാജ്യത്ത് ഏറെക്കുറെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ഒരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ശത്രുവായിട്ട് കാണാത്തത് എന്ന സംശയം സാധാരണ നിലയ്ക്ക് ഉയർന്നു വരാനിടയുണ്ട്. കോൺഗ്രസിന് ശത്രുവായിട്ട് RSSോ BJPയോ കാണുന്നില്ല. അവർ കാണുന്നത് ആ രണ്ട് പാർട്ടികൾക്കും ഒരേ തരത്തിലുള്ള അടിസ്ഥാനമാണുള്ളത് എന്നാണ്. അതൊരു ശത്രുവായിട്ടല്ല, അവർക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു കൂട്ടരായിട്ടാണ് അവരെ RSS കാണുന്നത്. അതിൻ്റെ ഭാഗമായുള്ള നിലപാടുകളാണ് ഇവിടെ സ്വീകരിച്ചു പോകുന്നത്. എന്നാൽ ഇടതുപക്ഷത്തെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന നിലയാണ് RSSും BJPയും സ്വീകരിക്കുന്നത്. ഇത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ RSSനെതിരെ BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന് മാത്രമാണ്. ഇടതുപക്ഷത്തെ അവർ എല്ലാ തരത്തിലും ഭയപ്പെടുകയാണ്.
ഇടതുപക്ഷത്തെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത്. ഇപ്പോൾ 2 ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ എന്ന നിലയ്ക്ക് ആ ഗവൺമെൻറ്റുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വർത്തമാനങ്ങളാണ് ഈ അടുത്ത കാലത്ത് വലിയ തോതിൽ ഉയർന്നു വന്നത്. RSS ഇതിനിടയ്ക്ക് നമ്മുടെ രാജ്യത്താകെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. എവിടെയെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു എതിർപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള ചെറുപ്പക്കാരുടെ പ്രതിഷേധങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങൾ, അത് ഹൈദരാബാദിലായാലും ഡൽഹിയിലായാലും സർവകലാശാലകളിൽ നടന്നിട്ടുള്ള JNU പോലുള്ള കേന്ദ്രങ്ങളിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, രോഹിത് വെമുലയെയും കനയ്യകുമാറിനെയും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ഈ പറയുന്ന പേരുകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് വിദ്യാർത്ഥിയുടെ പേര് കാണാൻ കഴിയുന്നുണ്ടോ? ഇടതുപക്ഷത്തിൻ്റെതല്ലാത്ത ആരെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഇടതുപക്ഷം മാത്രമാണ് ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ കേരളം പിടിച്ചടക്കാൻ പുറപ്പെട്ട് അതിനെന്താണ് സംഭവിക്കുന്നത് എന്ന് അടുത്ത നാളിൽ കേരളം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ വാശിയിലായിരുന്നു മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ BJP രംഗത്തിറങ്ങിയത്. അവരെന്തോ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കളയും, വല്ലാത്ത വോട്ടാണ് സമ്പാദിക്കാൻ പോകുന്നത്, തങ്ങളെങ്ങനെ അടിവെച്ച് മുന്നോട്ട് പോവുകയാണ് എന്നെല്ലാം അവകാശപ്പെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയത്. സാധാരണ നിരക്ക് വലിയ തോതിലുള്ള പണം അതിനുവേണ്ടി, പണത്തിനൊരു കുത്തൊഴുക്ക് തന്നെയാണ് ഉണ്ടായത്. നിർലോഭമായി BJPയുടെ പ്രവർത്തനങ്ങൾ മുന്നേറി. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ അവിടെ കണ്ടു ജനങ്ങൾ നൽകിയ പിന്തുണ എങ്ങനെയാണെന്ന്. ഏറ്റവും കൂടുതൽ വോട്ടും അത് എണ്ണത്തിലും ശതമാനത്തിലും നേടാൻ കഴിഞ്ഞത് LDF-നായിരുന്നു. UDF വളരെ മികച്ച സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്തിയത്. അവർക്ക് നിർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് നിർത്തിയത്. അതോടൊപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ കൂടെ ഇല്ലാതിരുന്ന വെൽഫെയർ പാർട്ടിയെയും SDPI-യെയും അവരുടെ കൂടെ അണിനിരത്താൻ അവർക്ക് സാധിച്ചു. ആ 2 കൂട്ടരും വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് നൽകി. പക്ഷേ LDF നേടിയ തരത്തിലുള്ള വോട്ട് വർധനവും എണ്ണത്തിലുള്ള വർധനവും ശതമാനത്തിലുള്ള വർധനവും നേടാൻ UDF-നായില്ല. അത് ആ രീതിയിൽ താരതമ്യപ്പെടുത്തിയാൽ അവർ പുറകോട്ട് പോയി എന്താണ് കാണാൻ സാധിക്കുക. എന്നാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതിൽ നിന്നും എത്രയോ കൂടുതൽ മുന്നേറുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ 0.5% വോട്ട് പുറകിൽ പോയി. ഇതാണ് കേരളം നൽകുന്ന സംഭാവന. അത്തരമൊരു സംഭാവന നൽകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ നിലപാടുള്ളതുകൊണ്ടാണ്. ഇടതുപക്ഷത്തിന് ശക്തമായി RSS-നെയും BJP-യെയും തുറന്നു കാണിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം വിരോധം ഇടതുപക്ഷത്തോട് വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇവിടെ LDF-ഉം മറ്റും BJP-ക്ക് ആളെ കൂട്ടിക്കൊടുക്കുന്ന പണിയാണ് നടക്കുന്നത് എന്ന് ആക്ഷേപിച്ചത് എന്നറിയില്ല. ചില ആക്ഷേപം അങ്ങനെ ഉന്നയിച്ചതായി കാണുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തു പറ്റി കോൺഗ്രസിന് എന്ന്. ഞങ്ങൾ ആളെ കൂട്ടിക്കൊടുത്തതുകൊണ്ടാണോ രാജ്യത്താകെ കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കൾ ഇപ്പോൾ BJP-യിലേക്ക് ചേക്കേറിയിരിക്കുന്നത്? ഇപ്പോൾ ഉത്തർപ്രദേശ് ഇലക്ഷൻ ഈ അടുത്ത നാളിലാണ് നടന്നത്. ഉത്തർപ്രദേശ് ഇലക്ഷന് മുൻപ് തന്നെ ഒരുപാട് ആളുകൾ BJP-യിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടുകിടക്കുന്ന സംസ്ഥാനം കർണാടക, ആ കർണാടകയിൽ മുഖ്യമന്ത്രിയായിരുന്ന SM കൃഷ്ണ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായിരുന്നു അദ്ദേഹം.
ഇപ്പൊ എവിടെയാണ്? അദ്ദേഹം കർണാടകയിലെ പ്രമുഖരായ 8 നേതാക്കളോടൊപ്പമാണ് BJPയിലേക്ക് ചേക്കേറിയത്. നമ്മളെല്ലാവരും കേട്ട പേരാണ് പഴയ ത്രിപാഠിയുടെ പേര്. അദ്ദേഹം കുറേ നാൾ മുൻപ് കോൺഗ്രസിനോട് സലാം പറഞ്ഞ് പിരിയുന്നതും BJPയിലേക്ക് ചെല്ലാൻ വേണ്ടി അവിടെ ചെന്ന് കയറുന്നതുമെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ്. എങ്ങനെയാണ് ഇത്രയും പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾക്ക് BJPയെ ശക്തിപ്പെടുത്താൻ കഴിയുന്നത്? ഉത്തർപ്രദേശിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നയാൾ അവരാണ് BJPയിലേക്ക് പോയത്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ജഗദാംബിക പാൽ. അവിടുത്തെ ഏറ്റവും പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്നു റീത്ത ബഹുഗുണ. ഇവരെല്ലാം 12 നേതാക്കന്മാരുടെ കൂടെയാണ് അങ്ങോട്ട് പോയത്, BJPയിലേക്ക് പോയത്. കോൺഗ്രസ് എന്ന് പറയുന്നത് BJPയുടെ ഒരു റിക്രൂട്ടിംഗ് കേന്ദ്രമായി മാറുന്ന നിലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രിയായിരുന്ന വിജയ ബഹുഗുണ 12 നേതാക്കന്മാരുടെ കൂടെയാണ് BJPയിലേക്ക് ചേക്കേറിയത്. എന്താണ് കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഡൽഹിയിൽ പ്രമുഖനായ കോൺഗ്രസ് നേതാവായിരുന്നു കൃഷ്ണതീരത്ത്. ഹരിയാനയിലെ റാവു ഇന്ദ്രജിത് സിംഗ് കോൺഗ്രസിന്റെ പ്രാമാണികനായ നേതാവായിരുന്നു. എല്ലാം ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പമില്ല, എല്ലാം BJPയുടെ കൂടെയാണ്. മണിപ്പൂരിൽ നേരത്തെ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലുള്ളതല്ല ഞാൻ പറയുന്നത്, തെരഞ്ഞെടുപ്പിന് മുൻപ് മണിപ്പൂർ നിയമസഭയിൽ മുഖ്യമന്ത്രിയായിരുന്നയാൾ, നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നയാൾ, പിന്നെ 34 MLA-മാർ ഒന്നിച്ച് കോൺഗ്രസ് ആയിരുന്നു. ഇപ്പോൾ കൂട്ടത്തോടെ കോൺഗ്രസ് വിട്ട് BJP ആവുകയാണ്, BJPയിലേക്ക് ചേക്കേറുകയാണ്. ഉത്തർപ്രദേശ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള നില നോക്കി ഇപ്പോൾ കുറച്ച് നാളല്ലേ ആയുള്ളൂ. ഡൽഹിയിൽ നേരത്തെ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അവിടുത്തെ മുൻ മന്ത്രി, നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്, കോൺഗ്രസിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ്. അദ്ദേഹമാണ് അരവിന്ദ് ലവ്ലി. അദ്ദേഹം ഇപ്പോൾ എവിടെയുണ്ട്? BJPയിലേക്ക് ചേക്കേറി. മണിപ്പൂർ ഇലക്ഷൻ കഴിഞ്ഞു. നേരത്തെ പോയ കണക്കല്ല ഞാൻ പറയുന്നത്. മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 MLA-മാരാണ് ഇപ്പോൾ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 6 MLA-മാർ ഇപ്പോൾ BJPയിലേക്ക് ചേർത്തത്. കോൺഗ്രസ് എന്താണെന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. എന്താണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്? അരുണാചലിലെ അവിടുത്തെ പ്രമുഖരായ 23 നേതാക്കന്മാരാണ് കോൺഗ്രസിലേക്ക് BJPയിലേക്ക് ചേക്കേറിയത്. ഡൽഹിയിലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ നേതാവാണ് ബർക്ക സിംഗ്. അവരിപ്പോ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം 12 നേതാക്കളോട് കൂടിയാണ് ഇവിടെ BJPയിലേക്ക് കയറിയത്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് സംഭവിച്ചത് ഞങ്ങളവിടെ റിക്രൂട്ട് ചെയ്ത് കൊടുത്തതുകൊണ്ടാണോ? ഈ പറയുന്ന സ്ഥലത്തൊന്നും LDF അത്രത്തോളം ശക്തമല്ലാലോ, ഇടതുപക്ഷം അത്രത്തോളം ശക്തമല്ലാലോ, ഇടതുപക്ഷം റിക്രൂട്ട് ചെയ്ത് അയച്ചതല്ലാലോ. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് BJPയെ നേരിടാൻ പറ്റാത്തൊരു ശക്തിയായി മാറിയിരിക്കുന്നു. അവര് ഈ തരത്തിലുള്ള ഒരു റിക്രൂട്ടിംഗ് കേന്ദ്രമാക്കി കോൺഗ്രസിനെ മാറ്റിയിരിക്കുന്നു. ആര് പോകും? ആർക്കും നിശ്ചയമില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സംസ്ഥാന തലപ്പത്തിരിക്കുന്ന ഒരാള്, അതായത് ഇവിടുത്തെ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, താൽക്കാലികമാണെങ്കിലും പ്രസിഡന്റ് ആണല്ലോ അദ്ദേഹം, ആ ചുമതലയാണല്ലോ വഹിക്കുന്നത്. അദ്ദേഹമല്ലേ ഒരു ദിവസം കയറി പറഞ്ഞത്, പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, ഞാനിപ്പോൾ ആ പേര് പറയുന്നില്ല, ഒരു പേര്, പ്രധാനപ്പെട്ട ഒരാള്, കോൺഗ്രസിന്റെ വക്താവ്, പാർലമെന്റ് മെമ്പർ എല്ലാമായിട്ടുള്ള ഒരാളെ കുറിച്ച് പറയല്ലേ, അദ്ദേഹം BJPയിലേക്ക് പോകില്ല, BJPയിലേക്ക് പോകില്ല എന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എന്തൊരു പാപരത്വമാണെന്ന് നോക്കണം.
എവിടത്തേക്ക് കോൺഗ്രസ് എത്തി എന്നുള്ളതല്ലേ ഇത് കാണിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തത്? RSSനെതിരെയും BJPക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ട് തന്നെ RSSനെയും BJPയെയും അതുമായി സമരസപ്പെട്ടു പോകുന്ന നിലപാടല്ലേ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതിൻ്റെ കെടുതിപ്പിക്കുന്നത്. അസംബ്ലിയിൽ ഒരു ദിവസം ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ഞങ്ങൾ ഈ കണക്ക് ചെറിയ തോതിൽ അവരോട് പറഞ്ഞു. അവിടുത്തെ സമയപരിമിതി വെച്ച് എല്ലാ കണക്കും പറയാൻ പോയില്ല. നിങ്ങളെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ചോദിച്ചു. ഒന്നും പറയാൻ അവർക്കില്ല. മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടി മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണം. ആ നിലപാട് ഇവിടെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്താണ് പ്രശ്നം? ആ നിലപാട് സ്വീകരിക്കാൻ ഇവിടെ കഴിയുന്നില്ല. കോൺഗ്രസിന് കഴിയുന്നില്ല. ഏതെല്ലാം പ്രശ്നങ്ങളിൽ കോൺഗ്രസ് അവരുമായി സമരസപ്പെട്ടു പോയിട്ടുണ്ട്. കേരളത്തിലെ ഒരു കണക്കെടുത്ത് നോക്കി. കേരളത്തിലെ കണക്കെടുത്താൽ നമുക്ക് കാണാൻ കഴിയും ഒട്ടേറെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ഇവർ ഒന്നിച്ചാണ്. എങ്ങനെയാണ് അങ്ങനെ സാധിക്കുന്നത്? നിങ്ങൾ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആപത്ത് വിതച്ചുകൊണ്ടിരിക്കുന്ന വർഗീയതയുടെ തനി പ്രചാരകരും സംരക്ഷകരുമായ അതിൻ്റെ വക്താക്കളായ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗവുമായി എങ്ങനെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തിനോ വേണ്ടി യോജിക്കാൻ കഴിയുന്നു? നമ്മുടെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ എത്രയെടുത്താണ് ഇത്തരത്തിലുള്ള യോജിപ്പുണ്ടാക്കിയിരിക്കുന്നത്? അപ്പോൾ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്തൊരു സമീപനമില്ല. വർഗീയതയുമായി ഒത്തുതീർപ്പുണ്ടാക്കുകയാണ്, സമരസപ്പെട്ടു പോവുകയാണ്. അവരെയും അണിനിരത്തിക്കൊണ്ട് എങ്ങനെ നമ്മുടെ നാട്ടിൽ വർഗീയതയ്ക്കെതിരെയുള്ള നിലപാട് ശക്തിപ്പെടുത്താൻ കഴിയും? അപ്പോൾ സ്വന്തം കാലിലെ മന്ത് തിരിച്ചറിയാൻ പ്രതിപക്ഷ നേതാവിനും മറ്റുള്ളവർക്കും സാധിക്കണം. ഞങ്ങളെ നോക്കി ഞങ്ങളാണ് റിക്രൂട്ട് ചെയ്ത് അയക്കുന്നത് എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഞങ്ങളല്ല, ഞാൻ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നും, മണിപ്പൂരിലായാലും ഉത്തർപ്രദേശിലായാലും ഡൽഹിയിലായാലും ഒരിടത്തും ഞങ്ങളല്ല ഇവരെയൊന്നും അയച്ചത്. നിങ്ങളുടേതായ നയത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളൊരു A ടീമും B ടീമുമായിട്ട് കളിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ എണ്ണി നോക്കിയാൽ 50-ൽ പരം MP മാരായിരുന്നവർ BJPയിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഭീകരമായൊരവസ്ഥയാണ്. ഇതാണ് രാജ്യത്തിലെ കോൺഗ്രസിന്റെ നില എന്നത് നാം തിരിച്ചറിയണം. കേരളത്തിൽ BJPക്കെതിരെയുള്ള ശക്തമായ വികാരം നിലനിൽക്കുന്നത് ഇവിടെ ഇടതുപക്ഷം അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ്. അതിന് ആ ഇടതുപക്ഷത്തെ എങ്ങനെയെല്ലാം ആക്രമിക്കാൻ പറ്റും എന്നാണ് ഇവിടുത്തെ കോൺഗ്രസും BJPയും ഒന്നിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വരുമ്പോൾ ഒന്നിക്കുന്നതിന് മടിയില്ല. ആ ഭാഗം എടുത്താൽ വേറൊരു ഭാഗമാണ്. കേരളത്തിലെ LDF ഗവൺമെന്റ് അധികാരത്തിലേറിയിട്ട് ഒരു വർഷം തികയാൻ പോകുന്നു. 12-ാം മാസത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുൻപുള്ള 5 വർഷക്കാലമാണ്. ആ 5 വർഷക്കാലം 2011 മുതൽ 16 വരെയുള്ള കാലം. ആ 5 വർഷക്കാലം ആ 5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരിതപർവമായിരുന്നു. ഇവിടെ ചെയ്തത് അന്നത്തെ ഗവൺമെന്റ് സാധാരണ ഭരണ നടപടികളിൽ സ്വീകരിക്കുന്ന എല്ലാ സമ്പ്രദായങ്ങളും തകർക്കുകയായിരുന്നു. സർക്കാർ നടപടികളെല്ലാം കൃത്യമായ നിയമങ്ങളെയും ചട്ടങ്ങളെയും പാലിച്ചുകൊണ്ട് നടത്തേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഒരു നിയമവും ചട്ടവും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് ആ കാലയളവിലെ സർക്കാർ കൈക്കൊണ്ടു. ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് ഒരുപാട് അഴിമതിയുടെ കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രമല്ല, അതൊരു ഭാഗത്തുണ്ട്. കൊള്ളരുതായ്മകൾ പലതും അതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. ആ കൊള്ളരുതായ്മകളെല്ലാം ആളുകളുടെ മനസ്സിലുണ്ടാവും ഇപ്പോഴും. ഞാൻ അതിനെക്കുറിച്ചല്ല ഇപ്പോൾ പറയുന്നത്. സാധാരണ ഭരണ നടപടികളുണ്ട്.
ആ ഭരണ നടപടികൾ നിയമവും ചട്ടവും അനുസരിച്ച് നടത്തേണ്ടതാണ്. ഒരു നിയമവും ചട്ടവും തങ്ങൾക്ക് ബാധകമല്ല. തങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നടത്തും. ഇതിന്റെ ഫലം എന്തായി? നമ്മുടെ സിസ്റ്റം അങ്ങ് തകർന്നുപോയി. നമ്മുടെ സിസ്റ്റം തകർത്തു കളഞ്ഞു. തങ്ങൾക്ക് വിരോധമുള്ള രാഷ്ട്രീയ കക്ഷികൾ, തങ്ങൾക്ക് വിരോധമുള്ള മുന്നണി, ഇവിടെ മുന്നണിയും ആണല്ലോ, മുന്നണിയുടെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പൊ അവരെ വകവരുത്തുക എന്നതായി നിലപാട്. ഇതിന്റെ ഭാഗമായി കെട്ടിച്ചമച്ച കള്ളക്കേസുകൾ, പിന്നെ ആളുകളെ പ്രത്യേകമായി ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ. നിങ്ങൾ ഒരു കേസ് അന്വേഷിക്കേണ്ട രീതികളുണ്ട്. ആ രീതികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആളെ ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ ആളുകളെ ലക്ഷ്യമിട്ട് അന്വേഷിക്കുന്ന രീതി. ഒരു നിയമവും ചട്ടവും തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലപാട് സ്വീകരിച്ചത്. ചിലരെ പ്രതികളാക്കാൻ വേണ്ടി എല്ലാ വഴിവിട്ട മാർഗങ്ങളും സ്വീകരിച്ചത്. ഇത് ഏതാനും ഓഫീസർമാർ മാത്രമല്ലല്ലോ ഇതിന്റെ ഭാഗമാകുന്നത്. ഉയർന്ന തലത്തിലുള്ള ഏതാനും ഓഫീസർമാരെ വഴിവിട്ട നീക്കങ്ങൾക്ക് ഉപയോഗിച്ചാൽ അതിന്റെ ഭാഗമായി ആ സിസ്റ്റമാകെ തകർന്നു പോവുകയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു. എല്ലാ മേഖലയും തകർന്നു പോകുന്ന നില ഉണ്ടായി. നമ്മുടെ സിസ്റ്റം തകർന്നുപോയി. ആ തകർത്ത സിസ്റ്റം അത് നന്നാക്കണമെങ്കിൽ സമയം കുറച്ചെടുക്കും. ഇവിടെ മറ്റൊരു രംഗം നമ്മൾ ആലോചിക്കണം. നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള കടുത്ത മത്സരമാണ് നടന്നു വരുന്നത്. അത് ഒരു രാഷ്ട്രീയ മത്സരം എന്ന നിലക്ക് തന്നെയാണ് നടക്കുന്നത്. വലതുപക്ഷത്തിന് നേരത്തെ മുതൽക്കേ ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം. അതിന് നേരിൻ്റേതല്ലാത്ത മാർഗങ്ങൾ പലതും കേരളത്തിലെ വലതുപക്ഷം സ്വീകരിക്കാറുണ്ട്. ഇതിന് സ്വാഭാവികമായും വലതുപക്ഷം ഉപയോഗിക്കുക അവർക്ക് പിന്തുണ നൽകാൻ തയ്യാറാകുന്ന മാധ്യമങ്ങളെയാണ്. അതെവിടെയും അങ്ങനെയാണ്. ഇപ്പൊ സാമ്രാജ്യത്വം, അമേരിക്കൻ സാമ്രാജ്യത്വം ഇറാഖിനെ ആക്രമിക്കാൻ പുറപ്പെട്ടപ്പോൾ ഇറാഖിന്റെ കയ്യിലുള്ള രാസായുധങ്ങൾ നമ്മളെ ഒഞ്ചിയത്ത് വന്ന് വീണുപോകുമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ മാധ്യമങ്ങൾ എത്തിച്ചിരുന്നു. കാരണം അവരുടെ കയ്യിൽ അത്രത്തോളം മാധ്യമമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തും ഈ ആയുധം വന്ന് വീണേക്കാം, പിന്നെ നമ്മളെല്ലാവരെയും കഥ കഴിഞ്ഞു തന്നെ എന്ന് ചിന്തിക്കത്തക്ക അവസ്ഥയിലായിരുന്നു പ്രചരണം. എല്ലാം കഴിഞ്ഞു. ആ രാജ്യമാകെ തകർത്തു. ആ രാജ്യമെന്ന് പറയുന്നത് ഒരു സെക്കുലർ രാഷ്ട്രമായിരുന്നു, നമ്മൾ ഓർക്കണം. ആ സെക്കുലർ രാഷ്ട്രത്തെ തകർത്തു. ഈ ലോകത്തിന്റെ ഉന്നതമായ സാംസ്കാരിക ഒരുപാട് അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണത്. അതെല്ലാം തകർത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ അമേരിക്ക പറഞ്ഞു തെറ്റിപ്പോയി, അവരെ കയ്യിൽ ഒരായുധവും ഉണ്ടായിരുന്നില്ല. ഇതാണ് പ്രചരണത്തിന്റെ ഒരു രീതി. സാമ്രാജ്യത്തിന്റെ കയ്യിലാണ് 90% മാധ്യമങ്ങൾ. അവർ മുഴുവൻ ഈ പ്രചരണം കൊമ്പുകോർത്തങ്ങൾ നടത്തുകയില്ല. ഇടതുപക്ഷത്തിനെതിരായ പോരാട്ടത്തിൽ വലതുപക്ഷത്തിന്റെ കയ്യിൽ ഈ 90%-ക്കാളും കൂടുതലുണ്ടോ എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. അത്രയധികം മാധ്യമങ്ങളെ സന്നാഹമാക്കി നിർത്തിയിരിക്കുകയാണ്. ഈ സന്നാഹമാക്കി നിർത്തിയവര് ഇടതുപക്ഷത്തിനെതിരെയുള്ള ശക്തമായ പ്രചരണമാണ് അഴിച്ചുവിട്ടത്. ഓരോ ഘട്ടത്തിന്റെയും ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ആ ഉദാഹരണങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ ഓർത്തു നോക്കിയാൽ മതി. എന്തൊക്കെയായിരുന്നു ഇവിടെ നടന്നിരുന്ന പ്രചരണം, എങ്ങനെയൊക്കെയാണ് ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത് എന്ന് നിങ്ങളെല്ലാവരുടെയും നമ്മളെല്ലാവരുടെയും അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാവർക്കും വല്ലാത്ത ധൃതിയായിരുന്നു. ഇവിടെ UDF ജയിച്ചത് തന്നെ, ഇതായിരുന്നു പ്രചരണം. ചിലർ പറഞ്ഞു നല്ല ഭൂരിപക്ഷത്തിന് UDF ജയിക്കും. അപൂർവം ചിലർ പറഞ്ഞു UDF-ന് തന്നെയാണ് ജയം, എന്നാൽ വലിയ ഭൂരിപക്ഷത്തിന് സാധ്യതയില്ല എന്ന് ചിലർ പറഞ്ഞു. പക്ഷേ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ആർക്കും ഒരു സംശയം ഉണ്ടായില്ല, UDF ആണ് ജയിക്കുക എന്നുള്ളത്. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമേ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. സർവ്വ പിന്തുണയും ആ ഘട്ടത്തിലും നമ്മുടെ കേരളത്തിലെ
വലതുപക്ഷ താല്പര്യപ്രകാരം UDF നൽകി. തെരഞ്ഞെടുപ്പ് ഫലം വന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇത്രയും നാൾ ഇങ്ങനെയെല്ലാം പ്രചരിപ്പിച്ചവരാകെ അമ്പരന്ന് പോയി. കാരണം അവരുടെ അമ്പരപ്പ് പെട്ടെന്നൊന്നും വിട്ടുമാറാത്ത തരത്തിലുള്ളൊരു ഫലമാണ് ജനങ്ങൾ കേരളത്തിൽ നൽകിയത്. വൻപിച്ച ഭൂരിപക്ഷം LDF നൽകി. ഇതിന്റെ ഭാഗമായി വന്ന ഞെട്ടലിൽ നിന്ന് പെട്ടെന്നൊന്നും അവർക്ക് മുക്തരാകാൻ കഴിഞ്ഞില്ല. അപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റിനെ ആദ്യഘട്ടത്തിൽ തന്നെ എങ്ങനെയാണ് വല്ലാതെ എതിർക്കുക, അതേവരെ എതിർത്ത് വന്ന പോലെ, ഇടതുപക്ഷത്തെ അതേവരെ എതിർത്ത് വന്നതുപോലെ ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെയും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ, അതും ഇത്ര വലിയ പിന്തുണയോടെ അധികാരത്തിൽ വന്നൊരു ഘട്ടത്തിൽ എങ്ങനെ എതിർക്കും എന്നൊരു ചിന്ത അവർക്കുണ്ടായി. അതുകൊണ്ട് അവർ തൽക്കാലം അത്തരമൊരു എതിർപ്പ് വേണ്ടെന്ന് വെച്ചു. ഗവൺമെന്റിനെതിരെയുള്ള ആയുധങ്ങൾ തൽക്കാലം പ്രയോഗിക്കണ്ട എന്ന് വെച്ചു. അങ്ങനെ ആദ്യഘട്ടം കഴിഞ്ഞു കുറച്ചു മാസം. അപ്പോഴേക്ക് കൂടുതൽ ശക്തമായ തയ്യാറെടുപ്പ് അണിയറക്കുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ അണിയറക്കുള്ളിൽ തയ്യാറെടുത്തുകൊണ്ട് പിന്നെ LDF ഗവൺമെന്റിനെതിരെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇവിടെ ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പൊതുവിൽ വ്യക്തമാക്കാനുള്ളൂ. കേരളത്തിലെ LDF ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ വലതുപക്ഷത്തെ പീഡിപ്പിക്കാനല്ല. LDF ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് LDFന്റെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുക. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു വർഷം ആകുന്ന ഈ ഘട്ടത്തിൽ നോക്കിയാൽ കുറേ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ സംശയമില്ല, ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വരുന്ന കാലയളവിൽ, ഇനിയും 4 വർഷത്തിലധികമുണ്ട്, ആ 4 വർഷ കാലയളവിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുമെന്ന തരത്തിൽ തന്നെയാണ് LDF നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ അത്ര കണ്ട് ബോധ്യപ്പെടാൻ വലതുപക്ഷത്തിന് പ്രയാസമുണ്ട്. ഇപ്പോൾ ഒരു കാര്യം, ആദ്യഘട്ടത്തിൽ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ ചെയ്ത ഒരു നടപടി, ആ നടപടി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ക്ഷേമ പെൻഷൻ അർഹതയുള്ള ആളുകൾ ഇനി തൻ്റെ കണ്ണടയുന്നതിന് മുന്നിൽ അത് കിട്ടില്ല എന്ന് കണക്കാക്കി നിൽക്കുകയായിരുന്നു. പലരും അത് പരസ്യമായിട്ട് പറഞ്ഞതാണ്, എൻ്റെ കണ്ണടയുന്നതിന് മുന്നിൽ ഒരു പെൻഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന്. അവരെ കയ്യിലാണ് ക്ഷേമ പെൻഷന്റെ ഭാഗമായിട്ടുള്ള തുക എത്തിയത്. നമ്മളെല്ലാവരും കാണുകയും, അതായത് കൺകുളിർക്കെ ഈ കേരളത്തിലെ പൊതുസമൂഹം കണ്ടു. എന്ത് കണ്ടു? ഈ നോട്ടുകൾ ഇങ്ങനെ പിടിച്ചിട്ട് പല്ലില്ലാത്ത ആ മോണ പുറത്തു കാട്ടി ചിരിക്കുന്ന ആ പാവപ്പെട്ടവരുടെ ചിത്രം നമ്മളെല്ലാവരും കണ്ടു. അതിൽ മനസ്സ് കുളിരാത്തവരില്ല. അത് പക്ഷേ വലതുപക്ഷത്തിനുണ്ടാവില്ല. വലതുപക്ഷത്തിന് അതൊക്കെ പരിഹാസ്യമായ നടപടിയാണ്. ആ പരിഹാസ്യമായ നടപടി കൊണ്ടാണ് കുറെ മാസങ്ങൾ അവർക്ക് കൊടുക്കാതിരുന്നത്. ഇനി തന്റെ മരണത്തിന് മുൻപ് ഇത് കിട്ടില്ല എന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിച്ചത്. അപ്പൊ ഇതാണ് വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖല ഇപ്പോഴും പരമ്പരാഗത വ്യവസായ മേഖലയാണ്. ആ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് കയർ രംഗം. ലക്ഷക്കണക്കിന് തൊഴിലാളികളായിരുന്നു അതിൽ. ഇപ്പൊ അത്രയൊന്നുമില്ല. എന്ത് സംഭവിച്ചു? കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആ മേഖല അങ്ങ് തകർത്തു കളഞ്ഞു. ഈ പറഞ്ഞ 2011 മുതൽ 16 വരെയുള്ള 5 വർഷം ആ മേഖല തകർന്നുപോയി. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഈ കഴിഞ്ഞ 11 മാസങ്ങൾ ആ തൊഴിലാളികളിൽ
നിറഞ്ഞ സന്തോഷമുണ്ട്. അവരുടെ കൂടെ ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നവർ കാണുന്നു. അതിൻ്റെതായ ആത്മവിശ്വാസം അവർക്കുണ്ടായിരിക്കുന്നു. ഈ മേഖലയെ തകരാൻ സർക്കാർ അനുവദിക്കില്ല എന്ന ചിന്ത അവർക്കുണ്ടായിരിക്കുന്നു. വലതുപക്ഷത്തിന് അത് പ്രധാനമുള്ള കാര്യമല്ല. ഈ പാവപ്പെട്ട കയർത്തൊഴിലാളിന്റെ കാര്യത്തിൽ അനാവശ്യമായിട്ട് എന്തൊരു പണം ചെലവഴിക്കണം എന്ന ചിന്തയാണ് വലതുപക്ഷത്തിന്. ആ വലതുപക്ഷത്തിന്റെ ചിന്തയുടെ ഭാഗമായിട്ടാണ് ആ മേഖല തകർത്ത് കളഞ്ഞത്. വലിയ ചെറിയ തകർച്ചയല്ല ആ മേഖലക്ക് ഉണ്ടാക്കിയത്. കേരളത്തിലെ കശുവണ്ടി മേഖല പല ജില്ലകളിലും വ്യാപിച്ചു കിടക്കുന്നുണ്ടെങ്കിലും അതിന്റെ കേന്ദ്രം പൂർണ്ണമായി കൊല്ലമാണ്. എന്താ അവിടുത്തെ സ്ഥിതി? അവിടെ കശുവണ്ടി തൊഴിലാളികൾക്ക് ഒരു പ്രതീക്ഷക്കും വകയില്ലാത്ത മട്ടിലായിരുന്നു UDF ഗവൺമെന്റ് എത്തിച്ചത്. അടഞ്ഞു കിടക്കുകയായിരുന്നു കശുവണ്ടി കോർപ്പറേഷന്റെ അടക്കം ഫാക്ടറികൾ. കശുവണ്ടി കോർപ്പറേഷനും കാപെക്സും സാധാരണഗതിയിൽ തുറന്നു പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ്. UDF അതിന് മുൻഗണന നൽകിയില്ല. ഈ അടഞ്ഞ ഫാക്ടറികൾ നിലനിൽക്കുമ്പോഴാണ് LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. LDF അതിന് മുൻതൂക്കം കൊടുത്തു. ആ ഫാക്ടറികൾ തുറന്നു. ആ ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് കൃത്യമായി വരുമാനമുണ്ടാകുന്ന സ്ഥിതിയുണ്ടായി. അതിന്റെ മേലെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. യഥാർത്ഥത്തിൽ ആ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകിയതിനെ അനുമോദിക്കുകയാണ് വേണ്ടത്. പക്ഷെ അതിനെയും കുറ്റപ്പെടുത്താനായിരുന്നു വലതുപക്ഷ മനസ്സിന്റെ ജാഗ്രത. എന്നാൽ തൊഴിലാളികൾ LDF ഗവൺമെന്റ് മനസ്സിലാക്കി. അവിടെയുള്ള സ്വകാര്യ കമ്പനികളുണ്ട്. ആ സ്വകാര്യ കമ്പനികളുമായി ഗവൺമെന്റ് സംസാരിച്ചു. തങ്ങൾ തുറക്കാമെന്ന് അവർ സമ്മതിച്ചു. ഇതൊന്നും UDF ഗവൺമെന്റ് കാലത്ത് നടന്ന കാര്യമല്ല. LDF ഗവൺമെന്റ് ഇടപെടൽ തൊഴിലാളികൾ പൊതുവിൽ ആശ്വാസം കൊടുക്കുന്നു. വലതുപക്ഷത്തിന് അത് പ്രധാനമല്ല. വലതുപക്ഷം അതിനെ പരിഹസിക്കുകയാണ് ചെയ്യുക. എന്തിനാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത്? ഈ തൊഴിലാളികളെ സംരക്ഷിച്ചുകൊണ്ട് എന്ത് കാര്യം എന്നാണ് വലതുപക്ഷത്തിന്റെ ചിന്ത. നമ്മുടെ കേരളത്തിലെ കൈത്തറി തൊഴിലാളികൾ പ്രധാനപ്പെട്ട ഒരു പരമ്പരാഗത വ്യവസായ മേഖലയാണ്. തകർന്ന് അങ്ങനെ കിടക്കുകയാണത്. ഇനി തകർന്നുകൂടാ എന്ന നിർബന്ധം LDF ഗവൺമെന്റ് വന്നപ്പോൾ എന്ത് ചെയ്തു? കേരളത്തിലെ 8ാം തരം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോം കൈത്തറി തുണിയാകട്ടെ സർക്കാർ നൽകും എന്ന് തീരുമാനിച്ചു. എന്താ അതിന്റെ ഫലം? എവിടെയൊക്കെ കൈത്തറി തൊഴിലാളിയുണ്ടോ അവർ ഉൽപ്പാദിപ്പിക്കുന്ന തുണി മുഴുക്കെ ഇതിനായി വാങ്ങും. സംഭവിച്ചത് അത്രയും തുണി കൊടുക്കാൻ കഴിഞ്ഞില്ല. ഉള്ള തൊഴിലാളികൾക്ക് നെയ്തെടുക്കാൻ അത്രമാത്രം തുണിക്ക് പറ്റിയില്ല. അവർക്ക് നെയ്തെടുക്കാൻ കഴിഞ്ഞത് LP സ്കൂളിലെ കുട്ടികളുടെ എണ്ണം മാത്രമേ തികയൂ. അപ്പൊ അത്തരമൊരു പ്രശ്നം വന്നപ്പോൾ സർക്കാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇത്തവണ LP സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കുക, അടുത്ത തവണ UP സ്കൂളിലെ കുട്ടികൾക്ക് കൂടി കൊടുക്കാൻ തക്ക രീതിയിൽ ഒരുങ്ങുക. UP സ്കൂളിലെ കുട്ടികൾക്ക് കൂടി കൊടുക്കാൻ ഒരുങ്ങണമെങ്കിൽ കൂടുതൽ തൊഴിലാളികൾ വേണം. അപ്പോൾ കൈത്തറി രംഗം വീണ്ടും സജീവമാകാൻ പോവുകയാണെന്ന് അർത്ഥം. ഉൽപ്പാദിപ്പിക്കുന്ന തുണി മുഴുവൻ വാങ്ങാൻ തയ്യാറായി മാർക്കറ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ തൊഴിൽ രംഗം ശക്തമാകും. ഇങ്ങനെ ഓരോ രംഗം, പരമ്പരാഗത വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ, ആ തൊഴിലാളിയെ കണ്ടുകൊണ്ട നിലപാട് LDF ഗവൺമെന്റ് സ്വീകരിക്കുന്നു. വലതുപക്ഷത്തിന് താല്പര്യമുള്ളൊരു കാര്യമല്ലത്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളിലൊന്നും അവർക്കൊട്ടും താല്പര്യമില്ല. അവരാഗ്രഹിക്കുന്നത് ഇതെല്ലാം തകർന്നു പോകേണ്ടതാണെന്നാണ്. അങ്ങനെ തകർക്കാനാണ് കേരളത്തിലെ വലതുപക്ഷം ശ്രമിച്ചു വന്നത്. ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട്.
ഇവിടെ LDF വാഗ്ദത്തം ചെയ്തൊരു കാര്യമുണ്ട്. ആ വാഗ്ദത്തം ചെയ്ത കാര്യം എന്താ? നമ്മുടെ നാടിന്റെ സമഗ്രമായ വികസനമാണ്. ആ സമഗ്രമായ വികസനം എങ്ങനെയാ? സാമൂഹ്യ അധിഷ്ഠിതമായ സർവതല സ്പർശിയായ കേരളത്തിന്റെ സമഗ്ര വികസനം. ഇതാണ് LDF വാഗ്ദത്തം ചെയ്തത്. ഇത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പ്രകടന പത്രികയിലൂടെ തന്നെ വാഗ്ദത്തം ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങൾ നമ്മുടെ നാടിന്റെ സ്വന്തമായ മുദ്രാവാക്യങ്ങളായി അതിനു മുൻപ് തന്നെ മാറിയിരുന്നു. ഈ സർവതലസ്പർശിയായ വികസനം സാധ്യമാക്കാനാണ് LDF നിലകൊള്ളുന്നത്. ഇപ്പോ LDF ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ നോക്കണം. ഓരോ നടപടിയും ഈ ലക്ഷ്യത്തോടെയാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു സർവതലസ്പർശിയായ വികസനം എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ നാട് ഒട്ടേറെ വികസിച്ചൊരു നാടാണ്, ഒരു സംശയവുമില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാട് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, അങ്ങനെ തന്നെ പറയുന്നതിലൊരു തെറ്റുമില്ല. നാം കൂടുതൽ വികസിച്ചൊരു നാടാണ്. ലോകം തന്നെ ഈ നാടിന്റെ വികസനത്തിൽ അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രസിദ്ധമായ കേരള മോഡൽ എന്ന പ്രയോഗമൊക്കെ വന്നത്. നമ്മളധികം സമ്പത്തുള്ളൊരു സംസ്ഥാനമൊന്നുമല്ല. പക്ഷേ ആധുനിക വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന നേട്ടങ്ങൾ പല മേഖലയിലും ഈ നാടിന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ആ നേട്ടത്തിന്റെ എല്ലാം നേരവകാശികൾ ഈ പക്ഷമാണ് എന്താണ് വസ്തുത. ഇതെല്ലാം ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ ഈ നേട്ടത്തിന്റെ മേന്മ പറഞ്ഞ് മാത്രം ഇരുന്നാൽ മതിയോ? നേട്ടത്തിന്റെ മേന്മ പറയുമ്പോൾ തന്നെ ആ നേട്ടത്തിന്റെ ഭാഗമായി കാലാനുസൃതമായി ഉണ്ടാകേണ്ട പുരോഗതി നമുക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. ഒന്ന് ആ രംഗത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ വികസനത്തിന്റെ ഭാഗമായി അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ച ജനങ്ങളാണ് പൊതുവിലുള്ളത്. പൊതുവെ അങ്ങനെയാണ്. എന്നാൽ ഈ ഗുണഫലം എത്താത്ത പാവപ്പെട്ടവരും സാധാരണക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. അവരൊരു തുരുത്താണ്, ഒരു തുരുത്തായി കിടക്കുകയാണ്. അവർക്ക് ഈ പറയുന്ന ഗുണഫലങ്ങളൊന്നും എത്തിയിട്ടില്ല. അവരിലേക്ക് എത്തണം. ഇതാണ് LDF ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ 4 മിഷനുകൾ പ്രഖ്യാപിച്ചല്ലോ. 4 മിഷനുകളിൽ ഒന്ന് ലൈഫ് എന്ന പേരിലുള്ള മിഷനാണ്. ലൈഫ് എന്ന പേരിലുള്ള മിഷൻ എന്താ? സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിയാണ്. ഈ കേരളത്തിൽ വീടില്ലാത്ത ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വീട് നൽകുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്ഥലമുണ്ട്, വീടില്ല, വീടെടുക്കാൻ നിവൃത്തിയില്ല കേട്ടോ, അങ്ങനെയുള്ള ആളുകളാണ്. അവർക്ക് വീട് വേണം. നേരത്തെ വീടുണ്ടായിരുന്നു, അത് താമസയോഗ്യമല്ല ഇപ്പോൾ. അപ്പൊ അവരും വീടില്ലാത്ത പട്ടികയിലായി. അവർക്കും വീട് വേണം. വീടിന് വേണ്ടി വായ്പ, വീടിന് വേണ്ടി സഹായം നൽകി, ഗവൺമെന്റ് തന്നെ സഹായം നൽകി, പണം കിട്ടി, വീട് നിർമ്മാണം ആരംഭിച്ചു. ഒരു ഘട്ടം വരെയായി, അപ്പുറം പോകാൻ പണമില്ല. അങ്ങനെ കുറെ പേരുണ്ട്, അവർക്കും വീട് വേണം. നമ്മുടെ നാട്ടില് തീരദേശത്തായാലും തോട്ടം മേഖലയിലായാലും ആദിവാസി മേഖലയിലായാലും ഈ മേഖലയിലൊക്കെ വീടില്ലാത്ത അനേകം ആളുകളുണ്ട്.
താൽക്കാലികം ചില സ്ഥലത്ത് ഇങ്ങനെ താമസിക്കുകയാണ്. അവർക്ക് വീടുകൾ വേണം. ചില പുറമ്പോക്കുകൾ, ആ പുറമ്പോക്കില് വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു കൂര, കയറി കിടക്കാൻ ഒരു സ്ഥലം എന്ന നിലക്ക് ഒരു കൂര ഉണ്ടാക്കിയിരിക്കുന്നു. അവർക്ക് വീടില്ല. അപ്പൊ അവർക്കിവിടെ സുരക്ഷിതമായ വീട് വേണം. വീടും സ്ഥലവുമില്ല. ആ പട്ടികയിലാണ് ഇവർ വരിക. അവർക്ക് വീട് വേണം. ഇതൊക്കെ ചില്ലറ ആളുകളല്ല. എല്ലാം കൂടി എടുത്താൽ ഒരു 5 ലക്ഷത്തോളം കുടുംബങ്ങൾ വരും. സ്ഥലവും വീടും ഇല്ലാത്തവർ തന്നെ 2 ലക്ഷത്തിൽ പരം വരും. അപ്പൊ ഇവർക്കാകെ വീട് നിർമ്മിച്ചു നൽകാനുള്ള പദ്ധതിയാണ് LDF ഗവൺമെന്റ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വലതുപക്ഷത്തിന് ആലോചിക്കാൻ കഴിയുമോ? വലതുപക്ഷത്തിന്റെ മുൻഗണനയിൽ പെടുന്നതല്ല അതൊന്നും. ഇവിടെ LDF ഗവൺമെന്റ് ഇത്തരം ജനവിഭാഗങ്ങളെ കൂടി കണക്കാക്കുകയാണ്. അതിന്റെ ഭാഗമായി നിർമ്മിക്കാൻ പോകുന്ന വീട്, ഈ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ചിലപ്പോ ഭവന സമുച്ചയമായിരിക്കും നിർമ്മിക്കുന്നത്. കാരണം ഓരോന്നിനും സ്ഥലം എന്ന് പറയുമ്പോൾ ചില പ്രശ്നങ്ങൾ ചിലയിടത്തുണ്ടാവും. നല്ല കെട്ടിടം പൊതുവായി നിർമ്മിക്കും, ഒന്നിച്ച് കുറെ കെട്ടിടങ്ങൾ. അതിനകത്ത് താമസിക്കുന്നവർക്ക് കേവലമായി വീട് നിർമ്മിച്ചങ്ങ് നൽകലല്ല. അവർ പാവപ്പെട്ടവരാണ്. പാവപ്പെട്ടവരായിരിക്കുന്നത് അവർക്ക് കൃത്യമായി തൊഴിലില്ല. ഒരു തൊഴിലുറപ്പ് വരുത്തണം. അപ്പൊ തൊഴിലുറപ്പ് വരുത്തുന്ന നടപടി സ്വീകരിക്കും. അവർക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ, ആ കാര്യത്തിൽ പരിശീലനം നൽകും. അവിടെ ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ന്യായമായൊരു തൊഴിൽ ഉറപ്പുവരുത്തും. അതോടൊപ്പം മറ്റ് തൊഴിൽ പരിശീലനങ്ങൾ ഉണ്ടാവും. സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പരിശീലനങ്ങൾ ഉണ്ടാവും. അതിന്റെ സംവിധാനങ്ങൾ ഉണ്ടാവും. ഈ കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവരാണ്, അങ്ങേയറ്റം പാവപ്പെട്ടവരാണ്. അവിടെ സ്വാഭാവികമായും പ്രായമുള്ളവരുണ്ടാവും, രോഗികളുണ്ടാവും. ഇവർക്കെല്ലാം പ്രത്യേക പരിചരണം വേണ്ടി വരും. ആ പ്രത്യേക പരിചരണത്തിനുള്ള സംവിധാനം ഉണ്ടാവും. കുട്ടികള്, ആ കുട്ടികൾക്ക് സാധാരണ നിലക്ക് ശരാശരി നിലവാരത്തിൽ എത്താൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. കാരണം അവരുടെ ജീവിത സാഹചര്യം ആ തരത്തിലുള്ളതാണ്. ഇപ്പൊ ചില കുട്ടികൾ പിറകിലായി പോകാം. പഠന സൗകര്യം അവിടെ ഉണ്ടാവും. പിറകിലായി പോയ കുട്ടികളെ താങ്ങുകൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരും. അതിന് പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തും. ചെറിയ കുട്ടികൾക്ക് അംഗൻവാടി സൗകര്യമുണ്ടാവും. മുതിർന്ന കുട്ടികൾക്ക് ഉയർന്ന ക്ലാസുകളിലേക്ക് പോകുന്നതിനുള്ള മറ്റ് പഠന സഹായികളുണ്ടാവും. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കെല്ലാം കമ്പ്യൂട്ടർ സൗകര്യങ്ങൾ വേണം. അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കും. ഇങ്ങനെ എല്ലാം കൂടി ഒത്തുവരുന്ന ഒന്നാണ്. വെറുതെ ഒരു വീട് നൽകലല്ല, ജീവനോപാധി കൂടി നൽകുകയാണ്. സുരക്ഷിതമായ ഭവനം നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാക്കാൻ പറ്റുന്ന തരത്തിൽ ആ പാവപ്പെട്ടവരെ ആകെ മാറ്റുക എന്നതാണ് LDF ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ ഇപ്പോ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ വലതുപക്ഷത്തിന് സ്വപ്നം കാണാൻ കഴിയുമോ? സ്വാഭാവികമായിട്ടും കാണാൻ കഴിയില്ല. കാരണം അവരുടെ അജണ്ട അതല്ല. അവർ ഈ കേരളത്തിലെ മഹാഭൂരിഭാഗം വരുന്ന ആളുകളുടെ താല്പര്യത്തിന് വേണ്ടിയല്ല നിലകൊള്ളുന്നത്. അവർക്ക് അവരുടേതായ അജണ്ടയുണ്ട്. ഞങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയും, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അജണ്ടയുണ്ട്. അത് ഈ കേരളത്തിലെ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും അധസ്ഥിതരെയും മുന്നോട്ട് നയിക്കുക എന്നത് തന്നെയാണ്. ആ നടപടി തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചു പോകുന്നത്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ടതില്ല. ഇവിടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഞാൻ കുറെ സമയമായി പോയതുകൊണ്ട് ദീർഘിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല.
കുറേ കാലം കൂടിയിട്ടൊരു ദീർഘ പ്രസംഗം നടത്തുന്നതാണെന്നാണ് തോന്നുന്നത് എനിക്ക്. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും ഹൈടെക് ക്ലാസ്സുകളാക്കാനാണ് പോകുന്നത്. അതിന്റെ ആദ്യപടി തുടക്കം കുറിച്ചു കഴിഞ്ഞു. കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തിൽ വലിയ തോതിൽ ഊറ്റം കൊള്ളുന്നവരാണ് നമ്മൾ. പക്ഷേ കാലാനുസൃതമായി നമ്മൾ മാറ്റം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിനനുസരിച്ച് വികസിക്കേണ്ടതുണ്ട്. നിലവാരം ഉയരേണ്ടതുണ്ട്. ആ നിലവാരം ഉയർത്താനുള്ള നടപടികളിലേക്കാണ് LDF ഗവൺമെന്റ് നീങ്ങുന്നത്. ഈ ഇച്ഛാശക്തിയോടെയുള്ള നീക്കത്തിന്റെ കൂടെ കേരളത്തിലെ ജനങ്ങളാകെ അണിനിരക്കും. എല്ലാം സർക്കാർ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 1000 സ്കൂളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റു സ്കൂളുകൾ പുറകെ വരും. എല്ലാ സ്കൂളുകളും ഈ തരത്തിൽ മാറ്റലാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒരു കാര്യം, നമ്മുടെ നാട്ടിലുള്ള എയ്ഡഡ് സ്ഥാപനങ്ങൾ, ആ എയ്ഡഡ് സ്ഥാപനങ്ങൾ നമുക്കിവിടെ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എയ്ഡഡ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റിന്റെ സ്കൂളാണ്. അപ്പോൾ മാനേജ്മെന്റ് സ്കൂൾ എന്തിനാണ് നമ്മൾ മെച്ചപ്പെടുത്തുന്നത്? ഒരു സ്വാഭാവിക ചിന്ത ഉണ്ടാകാനിടയുണ്ട്. ശരിയാണ്. പക്ഷേ ആ മാനേജ്മെന്റ് സ്കൂളിലൂടെയാണ് നമ്മുടെ നാട്ടിലുള്ള ഓരോരുത്തരും പഠിച്ചു വന്നത്. അവരിപ്പോ ലോകത്തിന്റെ പല ഭാഗത്തായിരിക്കും, പല കൊമ്പത്തായിരിക്കും. നാളെയും ആ സ്കൂൾ ഇവിടെയാണ് വേണ്ടത്. അവിടെ പഠിക്കുന്ന കുട്ടി മറ്റു സ്കൂളുകളുടെ ശരാശരി നിലവാരത്തിലേക്ക് ഉയരാനുള്ള സാഹചര്യമില്ലാതെ പഠിക്കേണ്ടി വന്നാൽ അതിനെ നാം മറുപടി പറയേണ്ടി വരും. മാനേജ്മെന്റ് മറുപടി പറയില്ല. നാടിന്റെ ആവശ്യമാണത്. ഏത് മാനേജ്മെന്റായാലും നാടിന്റെ സ്ഥാപനമാണ് ആ സ്കൂൾ. കാരണം നമ്മുടെ കുട്ടികളാണ് അവിടെ പോകുന്നത്. അവർക്ക് കാലാനുസൃതമായ പഠനം ലഭിക്കണം. അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാവണം. അതിന് വേണ്ടത് ആ സ്കൂളിനെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് മാറ്റലാണ്. സർക്കാർ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് മിനിമം ആ സൗകര്യങ്ങൾ ഉണ്ടാവണം. കൂടുതൽ പറ്റുന്നവർക്ക് കൂടുതലാകാം. എന്നാൽ ഒരു കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഈ മാസ്റ്റർ പ്ലാനിൽ കുറവ് വരാൻ പാടില്ല. അവിടെ അധ്യാപക രക്ഷാകർതൃ സമിതിയുണ്ട്. അവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. പിന്നെ സാധാരണ നമ്മുടെ എല്ലാ നാട്ടിലും ഇത്തരം കാര്യങ്ങളെ സഹായിക്കാൻ സന്നദ്ധതയുള്ള നാട്ടുകാരുണ്ട്. തദ്ദേശഭരണ സ്ഥാപനമുണ്ട്. MLAയും MP ഉണ്ട്. ഇവരുടെ എല്ലാം കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായി ആ സ്കൂളിനെ ഇന്നത്തെ കാലാനുസൃതമായി സ്കൂളാക്കി മാറ്റലാണ്. ഒന്ന് പശ്ചാത്തല സൗകര്യ വികസനം, മറ്റത് അക്കാദമിക് നിലവാരം ഉയർത്തൽ. അക്കാദമിക് നിലവാരം ഉയർത്താനുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യും. എന്നാൽ അതോടൊപ്പം പശ്ചാത്തല സൗകര്യ വികസനത്തിന് നാട്ടുകാർ കൂടി പണമുണ്ടാക്കണം. നാട്ടുകാർ എത്ര പണം അവിടെ ചെലവിടുന്നോ അത്ര പണം സർക്കാർ തരും. പക്ഷേ 1 കോടി എന്ന പരിധിയുണ്ട്. എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ വരെ സർക്കാർ നൽകും എന്ന് ഇപ്പൊ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സ്കൂളുകളെ കുറിച്ച് ചിന്തിക്കേണ്ട, അവരുടെ കയ്യിൽ കാശുണ്ട്. നാട്ടിലുള്ള സാധാരണ സ്കൂളുകൾ മാനേജ്മെന്റ് ആണെങ്കിലും അവരുടെ കയ്യിൽ ഇതൊന്നും ചെയ്യാൻ ഇപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അത്തരം കാര്യങ്ങൾ നാട്ടുകാർ ഏറ്റെടുക്കണം. അതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ കാതൽ. ചുരുക്കത്തിൽ എന്ത് സംഭവിക്കും? എല്ലാ കുട്ടികളും മികവിന്റെ കേന്ദ്രങ്ങളിൽ പഠിക്കും. ഏതാനും സ്കൂളുകൾ മികവിന്റെ കേന്ദ്രങ്ങളാവുക, കുറെ സ്കൂളുകൾ സാധാരണ സ്കൂളുകളായി അത്തരം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സ്കൂളുകളായി കഴിയുക എന്ന് പറയുമ്പോൾ 2 തരം വിദ്യാർത്ഥികളാണ് ഉണ്ടാവുക. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് അത്തരം 2 തരം വിദ്യാർത്ഥികളെ ആഗ്രഹിക്കുന്നില്ല. ഒരേ തരം വിദ്യാർത്ഥികളാണ് വേണ്ടത്. ഒരേ സൗകര്യം, ഒരേ മികവ്. ഏത് പാവപ്പെട്ടവരും ഏത് സമ്പന്നനും ലഭിക്കുന്ന സംസ്ഥാനമായി ഈ സംസ്ഥാനം മാറണം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലേക്ക് മാറ്റണം എന്നാണ് കാണുന്നത്. ആരോഗ്യരംഗത്തിന്റെ കാര്യം ഞാൻ പറയേണ്ടതില്ല. ആർദ്രം എന്ന പേരിലൊരു പദ്ധതി ഉദ്ദേശിക്കുന്ന കാര്യം പറയാം. കുടുംബ ഡോക്ടർ എന്നതിലേക്ക് എത്താനാണ് ഉദ്ദേശിക്കുന്നത്. കുടുംബത്തിനൊരു ഡോക്ടർ ഉണ്ടാവും. ഒരു കുടുംബത്തിലൊരു ഡോക്ടർ അല്ല കേട്ടോ, കുടുംബത്തിന് ഡോക്ടർ ഉണ്ടാവും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ എത്താൻ കുറച്ച് നാളെടുക്കും. ഇപ്പൊ പെട്ടെന്ന് എത്തുന്നല്ല. അതിനുതകുന്ന മട്ടിലുള്ള പരിപാടികളാണ് ആരംഭിക്കുന്നത്. അതിന്റെ ഭാഗമായി ആദ്യപടിയായി ചെയ്യുന്നത് പ്രൈമറി ഹെൽത്ത് സെന്ററിനെ നമ്മൾ
കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുന്നു. ഇന്ന് പ്രൈമറി ഹെൽത്ത് സെന്ററുകളെല്ലാം തൽക്കാലം ഒരു ഡോക്ടറെ കൂടി അനുവദിക്കുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി, താലൂക്ക് ആശുപത്രി ഇവയെല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള കേന്ദ്രങ്ങളാക്കുന്നു. രോഗീ സൗഹൃദമായ അന്തരീക്ഷം ആശുപത്രിയിലാകെ ഉണ്ടാക്കുന്നു. ഇത്തരമൊരു മാറ്റം നമ്മുടെ നാട്ടിൽ ആരോഗ്യരംഗത്ത് വേണം എന്ന് വലതുപക്ഷത്തിന് ചിന്തിക്കാൻ കഴിയുമോ? കഴിയില്ല. സ്വാഭാവികമാണത്. കാരണം അവർക്ക് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അവർ നിലകൊള്ളുന്നത്. ഞങ്ങൾക്കും നിക്ഷിപ്ത താല്പര്യമുണ്ട്. ആ നിക്ഷിപ്ത താല്പര്യം ഈ നാട്ടിലെ മഹാജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക്, ആകെ പാവപ്പെട്ടവർക്ക് ആശ്രയിക്കാവുന്ന സർക്കാർ ആശുപത്രികൾ അത് എല്ലാം മികവിന്റെ കേന്ദ്രങ്ങളായി മാറുക എന്നുള്ളതാണ്. നല്ല പരിചരണം, നല്ല ശുശ്രൂഷ ലഭിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് താല്പര്യവും രണ്ടാണ്. ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഹരിത കേരളം മിഷൻ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ടതായിട്ടില്ല. പക്ഷേ നമ്മുടെ നാട് വൃത്തിയുള്ള നാടാവണം. ശുചിത്വം എല്ലായിടവും വേണം. ഒരു പുതിയ സംസ്കാരം നാട്ടിലാകെ ഉണ്ടാവണം. നാം വിചാരിച്ചാൽ സാധിക്കാത്തതല്ലാതെ നമ്മളെല്ലാവരും വൃത്തിബോധമുള്ളവരാണ്. പരിസരം കൂടി വൃത്തിയോടെ കഴിയണം എന്നൊരു താല്പര്യം നമുക്കുണ്ടായാൽ മതി. അതിനുതകുന്ന പരിപാടികളാണ് ആവിഷ്കരിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വെള്ളം പലയിടത്തും തൊടാൻ പറ്റാത്ത വെള്ളമായി മാറിയിരിക്കുന്നു. മലിനമാണ്. നമ്മുടെ കുളങ്ങൾ, നമ്മുടെ തോടുകൾ, നമ്മുടെ കിണറുകൾ, നമ്മുടെ ജലസ്രോതസ്സുകൾ എല്ലാം നമുക്ക് വീണ്ടെടുക്കാനാവണം. എല്ലാ കുളങ്ങളും തോടുകളും എല്ലാം സാധാരണ വെള്ളമെടുത്ത് കുടിക്കാൻ പറ്റുന്ന വെള്ളമാക്കി മാറ്റണം. ശുദ്ധവെള്ളമാകണം. പ്രാദേശികമായ ജലസേചനത്തിന്, പ്രാദേശികമായ കുടിവെള്ളത്തിന് ഉപകരിക്കുന്ന സ്രോതസ്സായി ഈ വെള്ളത്തെ മാറ്റണം. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഘട്ടം ഇപ്പൊ തന്നെ ആലോചന തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുറെ നദികൾ, പ്രമുഖങ്ങളായ നദികൾ, ആ നദികളെല്ലാം ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ്. അതും ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് ചെയ്യുകയാണ്. നമ്മൾ കാർഷിക രംഗത്ത് വലിയ മാറ്റം വരുത്താൻ ശ്രമിക്കേണ്ടവരാണ്. നമുക്ക് പച്ചക്കറി സ്വയം പര്യാപ്തതയിലേക്ക് എത്തണം. പഴം ഉൽപ്പാദിപ്പിക്കുന്നതിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തണം. ജൈവ കൃഷിയിലാണ് നാം കേന്ദ്രീകരിക്കേണ്ടത്. നമ്മുടെ വീട്ടുവളപ്പിലെല്ലാം കൃഷി ഉണ്ടാവട്ടെ. നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കൃഷി നടക്കട്ടെ. പച്ചക്കറി കൃഷി നടക്കട്ടെ. തരിശായി കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും കൃഷി ആരംഭിക്കട്ടെ. ഇങ്ങനൊരു കാർഷിക മുന്നേറ്റം നമുക്കിവിടെ ഉണ്ടാക്കാനാവണം. പച്ചക്കറിയിലും പഴവർഗ്ഗങ്ങളിലും നല്ലതുപോലെ സ്വയം പര്യാപ്തത നേടാം. നെല്ലിന്റെയും മറ്റും കാര്യത്തിൽ കുറെ കൂടി പുരോഗതിയിലേക്ക് നമുക്ക് നീങ്ങാം. ഇതെല്ലാം നമുക്കിവിടെ സാധിക്കുന്ന കാര്യമാണ്. കേരളമാകെ ഒരു ഹരിതാഭമാക്കണം. മരം ഇഷ്ടം പോലെ വെച്ച് പിടിപ്പിക്കണം. ഇതെല്ലാമാണ് ഈ പദ്ധതി. ഈ 4 മിഷൻ ഇതൊരു സർക്കാർ പദ്ധതിയല്ല. നടപ്പാക്കുന്ന തദ്ദേശസ്വയംഭരണമാണ്, തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളാണ്. എന്നാൽ തദ്ദേശസ്വയംഭരണ സ്ഥാപനത്തിൻ്റെത് മാത്രമായ ഒരു പദ്ധതിയുമല്ല ഇതൊന്നും. ഇത് ജനങ്ങളുടെ ആകെ കൂട്ടായ്മയിലൂടെ ഉയർത്തിയെടുക്കേണ്ട പദ്ധതികളാണ്. വലിയ തോതിൽ ജനങ്ങൾ പങ്കാളിത്തം വഹിക്കണം. കൂട്ടമായി ജനങ്ങൾ ഇതിന്റെ ഭാഗമാവണം. അങ്ങനെ നമുക്ക് സാധ്യമല്ലാത്ത ഒരു കാര്യവുമില്ല. ഇതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഇത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായും ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആ പ്രയാസങ്ങൾ മനസ്സിലുണ്ടായിക്കോട്ടെ. പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റിനെ എതിർക്കുന്ന കാര്യം, ആ എതിർപ്പ് നമുക്കൊന്നും പുത്തരിയുള്ള കാര്യമല്ലല്ലോ. എന്തെല്ലാം എതിർപ്പുകളെ നേരിട്ടാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. എന്താണ് എതിർക്കാത്തത് എന്നല്ലേ ആലോചിച്ചു പോകും. അങ്ങനെ വരുമ്പോഴാണല്ലോ ഒരു പ്രശ്നം. കാരണം ഏതെല്ലാം തരത്തിലുള്ള എതിർപ്പുകളാണ് ഇവിടെ ഉയർന്നു വന്നത്. അത് അവരുടെ ജോലി അവർ ചെയ്യട്ടെ. ആ ജോലിയുടെ ഭാഗമായി ഞങ്ങളുടെ ജോലി നിർത്തിവെക്കാൻ പോകുന്നില്ല.
സംസ്ഥാന ഗവൺമെന്റ് ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെന്റാണ്, ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെന്റാണ്. ആ പ്രതിബദ്ധതയോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കുക. അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണയുണ്ടാവുക. ഒഞ്ചിയം രക്തസാക്ഷികളെ പോലുള്ള രക്തസാക്ഷികളുടെ സ്മരണ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകും.